നമസ്കാരം. ഞങ്ങളിതിൽ ചെയ്ത ഈ സീരീസിൽ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ കിട്ടിയത് വീടിനെക്കുറിച്ച് ചെയ്ത വീഡിയോയ്ക്കാണ്. അതും മിയാവാക്കിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഇൻഡയറക്റ്റായിട്ടൊരു ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളെ കുറച്ച് ചൂഷണം ചെയ്യുക, പ്രകൃതിയുമായിട്ട് പരമാവധി ഇണങ്ങി വീട് നിർമ്മിക്കുക എന്നുള്ളതൊക്കെ മിയാവാക്കി തത്വങ്ങളുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരിഗണിച്ചാണ് ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്ലാൻ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാൻ ചോദിക്കുന്നവർക്കായിട്ട് അടുത്ത ആഴ്ച ഞാൻ ഇതിൻ്റെ പ്ലാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്ലാൻ കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഈ നമ്മൾക്ക് ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പ്ലാൻ തരാൻ എനിക്ക് യാതൊരു വിരോധമില്ല. ഈ പ്ലാൻ എടുത്ത് നിങ്ങൾ നേരെ വേറൊരു സ്ഥലത്ത് വെച്ചാൽ അത് ഇതേ ഇഫക്റ്റ് ഉണ്ടാകണമെന്നില്ല. ഓരോ വീടും ഓരോ സ്ഥലത്തിന് ചേർന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഈ നമ്മൾ മലയാളികൾ വീട് വെക്കുമ്പോൾ പലപ്പോഴും ഈ ആർക്കിടെക്റ്റിനെ ഒഴിവാക്കാറുണ്ട്. ഒരു കാരണവശാലും ആർക്കിടെക്റ്റിനെ ഒഴിവാക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിലാകെ ഒരു പ്രശ്നമേ ഞാൻ കാണുന്നുള്ളൂ. ചില ആർക്കിടെക്റ്റുമാരെങ്കിലും ഈ വീടിൻ്റെ തുക ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കാറുണ്ട്, വളരെ കുറച്ചൊരു ശതമാനം ആളുകൾ. കാരണം അവരുടെ ശതമാനം കണക്കിന് അവർ കമ്മീഷൻ പറയുമ്പോൾ ഇത് വീടിനൊരു വലിയ തുക ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കമ്മീഷൻ മുതലാവുള്ളൂ. അപ്പോൾ അതിന് ചെയ്യാമെന്ന് വെച്ചാൽ ഏത് കൺസൾട്ടൻസിയിലും നമ്മൾ ചെയ്യുന്ന കൺസൾട്ടൻസി ചാർജ് ശതമാനമാക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട സാധനം ചിലപ്പോൾ 10 ലക്ഷം രൂപ വീടായിരിക്കാം, അതിന് പോലും ചിലപ്പോൾ 2 ലക്ഷം രൂപ നിങ്ങൾ കൺസൾട്ടിങ് ഫീസായിട്ട് കൊടുക്കുന്നെങ്കിൽ ചിലപ്പോൾ അതിലെ കൂടുതൽ പ്രയോജനം നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ 2% കൺസൾട്ടിങ് ഫീ ആക്കിയിട്ട് 2 ലക്ഷം രൂപ ആർക്കിടെക്റ്റിന് കിട്ടാനായിട്ട് വീട് 1 കോടി രൂപയുടെ ആക്കുന്നത് ഒരു അതിനേക്കാൾ ലാഭം തിരിച്ച് ചെയ്യുന്നതാണ്. ആർക്കിടെക്റ്റ് വേണമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം വേറെ ദിവസം ഓരോ ജോലി ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ജോലിയിൽ നമ്മൾ അദ്വിതീയരായിരിക്കും. ഇപ്പോൾ കൃഷിക്കാരാണെങ്കിൽ നമ്മൾ അതിൽ മിടുക്കരായിരിക്കും. എൻ്റെ ജോലി ഡിജിറ്റൽ കണ്ടന്റ് ജനറേഷനാണ്. കൃഷി ഞാൻ 8-10 വർഷം കൊണ്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ എനിക്കൊരു വീട് വെക്കുമ്പോൾ ഒരിക്കലും ഒരു വീട് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ചെറിയ ഒരു ധാരണകളുണ്ടെന്നുള്ളതല്ലാതെ, എനിക്ക് ചില അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ബോധമുണ്ടെന്നല്ലാതെ, ഒരു വീട് കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഉറപ്പ് എങ്ങനെയാണ്, അതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുക, അതിൻ്റെ ചിലവ് എങ്ങനെയാവും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്യിച്ചത്. അപ്പോൾ ഈ വീട് അടുത്ത ആഴ്ച നമ്മൾ ഈ വീടിൻ്റെ പ്ലാൻ കാണിക്കാം. അതിന് മുമ്പായിട്ട് ഈ ആഴ്ച ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഈ സ്ഥലത്തെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തതെന്ന് കാണിക്കാം. അപ്പോൾ കാരണം നിങ്ങളുടെ കൈവശമുള്ള സ്ഥലം, പലരും പറയാറുണ്ട് 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് മിയാവാക്കി വെക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ഇത് ചെയ്യുന്നത്, വീട് വെക്കാൻ തന്നെ തികയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥലത്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ ചെയ്ത് എന്താണെന്ന് കാണിക്കാം. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇവിടെ ആകെ ഈ മൊത്തം 34 സെൻറ്റുള്ളൊരു പ്ലോട്ടാണ്. അതിൽ ഈ വീടിരിക്കുന്ന ഭാഗം ഒരു 12 സെൻറ്റുള്ള ഒരു പ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. അതിന് പുറകിൽ പിന്നെ പശുക്കൂടും ആട്ടുംകൂടും സൈഡിൽ പട്ടിക്കൂടും ഒക്കെ ആയിട്ട് വേറെ കാര്യങ്ങൾ പോവുകയാണ്. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്ലാനാണിത്. ഈ പ്ലാനിൽ ഇത് ആണ് നമ്മുടെ വീടിരിക്കുന്ന ഭാഗം. ഈ ബ്രൗൺ കളറിൽ കാണുന്നതാണ് വീടിൻ്റെ ഏരിയ. ഈ വീടിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റാണ്. ആ 1000 സ്ക്വയർ ഫീറ്റ് 450 സ്ക്വയർ ഫീറ്റ് മുറികളും 550 സ്ക്വയർ ഫീറ്റ് വരാന്തയുമാണ്. അതുകൂടാതെ അതിന് ചുറ്റും ഒരു മീൻകുളമുണ്ട്. ആ മീൻകുളം, അതായത് നമ്മൾ ഇവിടുന്ന് ഈ അട്ട തുടങ്ങിയ സാധനങ്ങൾ ഉറുമ്പൊക്കെ അകത്തോട്ട് കയറാതിരിക്കാൻ എന്ന് പറഞ്ഞാണ് അങ്ങനെ വീടിന് ചുറ്റും വെള്ളം നിർത്തിക്കുക. ഞാനത് പോണ്ടിച്ചേരിയിൽ കണ്ട ഒരു മാതൃകയാണ് നേരത്തെ പറഞ്ഞത്. അതിന് വേണ്ടി വരുന്നത് 350 സ്ക്വയർ ഫീറ്റാണ്. ഞാൻ 2 അടി നീളവും 2 അടി ആഴവും കൊടുത്തിട്ടാണ് 350 അടി വേണ്ടി വരുന്നത്. ഇല്ലാതിപ്പോൾ ഒരടിയായിട്ട് കുറയുകയാണെങ്കിൽ അത് 275 കുറയും. 175 കുറയും. അപ്പോൾ അതാണ് ഈ വെള്ളത്തിന് ചുറ്റും ഈ നീല വര കാണിച്ചിരിക്കുന്ന ആ വാട്ടർ ടാങ്കാണ് ഒരു നീല കളർ ഇതിന് ചുറ്റും ചെറുതായിട്ട് കൊടുത്തിരിക്കുന്നത്, ഈ വീടിന് ചുറ്റുമായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ 1350 സ്ക്വയർ ഫീറ്റ് പോകുന്നു. നമ്മൾ ഈ ഫ്രണ്ടിൽ ഇങ്ങോട്ട് കയറുന്ന ഈ ഭാഗത്ത് ഇവിടെ ആക്ച്വലി 2 അടി വഴിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. താഴേക്ക് പോകാനായിട്ട് 2 അടി 2.5 അടിയോ മറ്റുള്ളൊരു വഴിയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഞങ്ങൾ 10 അടിയായിട്ട് കൂട്ടി. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഏകദേശം ഒരു 1/2 സെൻറ്റ് സ്ഥലം നമ്മൾ വെറുതെ വിട്ടു. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയോ വല്ലതും വന്നാലും വണ്ടി ഇവിടെ കയറി വരില്ല. ഇനി അഥവാ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവന്നാൽ പോലും അത് തിരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കും വീടിൻ്റെ പുറത്തിറങ്ങിയുമ്പോൾ ഒരു അസ്വസ്ഥതയാണ്, കാരണം അവിടെ വഴി തീരെ ഇടുങ്ങിപ്പോയാൽ. അപ്പോൾ അതുകൊണ്ട് ഈ കെട്ടി ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്ന അങ്ങനെ ഒരു 1/2 സെൻറ്റ് സ്ഥലം പോയി. വഴിക്കായിട്ട് ഏകദേശം ഇതാണ് ഈ വഴി പോകുന്ന ഭാഗം. വഴിക്കായിട്ട് ഒരു 2 സെൻറ്റോളം പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ഈ വീട് വെച്ചിരിക്കുന്ന പ്ലോട്ട് മൊത്തത്തിൽ നമുക്ക് ഒരു 8.16 8.4 8.16 സെൻറ്റാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ വീടിനായിട്ട് നമ്മൾ 1350 സ്ക്വയർ ഫീറ്റ് 3.15 സെൻറ്റാണ് വീടിനായിട്ട് പോയിരിക്കുന്നത്. പോയിട്ട് ബാക്കി അവശേഷിക്കുന്ന 5 സെൻറ്റാണ്. ആ 5 സെൻറ്റിൽ ഇതിൻ്റെ മുൻവശത്ത് എൻ്റെ പുറകിലേക്കൊരു മുറ്റം കാണാം. ആ മുറ്റത്തിന് നമ്മൾ 6 അടി വീതിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ വാട്ടർ ടാങ്കിൽ നിന്നും അങ്ങേ അറ്റത്തേക്ക് 6 അടി വീതിയുള്ളൊരു മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്ര നീളത്തിൽ, ഏതാണ്ട് 45 അടി നീളത്തിൽ ഈ ഒരു മുറ്റം കൊടുക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 0.62 സെൻറ്റ്, അതായത് ഒരു 3/2 സെൻറ്റ് നമുക്ക് ഈ മുറ്റത്തിനായിട്ട് പോയി. ഈ മുറ്റം
വേണമെങ്കിൽ വീണ്ടും ചെറുതാക്കാം. ഇപ്പോൾ ഇത്രയും മുറ്റം വേണമെന്നില്ല, ഇതിൻ്റെ പകുതിയാക്കാം, 3 അടിയാക്കാം. 3 അടിയാക്കുകയാണെങ്കിൽ ഈ 0.62 0.32 ആവും. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു ഫ്ലവർ ഗാർഡൻ കൊടുത്തു. അത് ഇച്ചിരി വിശാലമായിട്ട് കൊടുത്തു. കാരണം റോഡിൽ നിന്നുള്ള പൊടി ഇങ്ങോട്ട് വരാതിരിക്കാനും, കൂടെ നമ്മളെപ്പോൾ നോക്കിയാലും, കാരണം വീടിന് ചുറ്റും വരാന്തയാണ്, അപ്പോൾ എപ്പോൾ നോക്കിയാലും നമുക്ക് പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെ കാണാൻ പറ്റിയ ഒരു അന്തരീക്ഷം എന്നുള്ള നിലയ്ക്ക് ഏകദേശം 1.76 സെൻറ്റ്, 1.25 സെൻറ്റ്, അതായത് 768 സ്ക്വയർ ഫീറ്റാണ് നമ്മൾ ഈ ഫ്ലവർ ഗാർഡനായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഒരു കാര്യം വെച്ചാൽ ഈ ഭൂമിക്കൊരു ചെരിവുണ്ടായിരുന്നു, ഈ വസ്തുവിന് ഒരു ഏങ്കോണിപ്പുണ്ട്, അതുകൂടെ മാറ്റിയെടുക്കാനാണ് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു ഗാർഡൻ കൊടുത്ത്. അതിൻ്റെ മറ്റേ അറ്റം ചെരിഞ്ഞ് ഇവിടെ നേരെയായിട്ട് വരുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു വൃത്തി വരും. ഈ ഫ്ലവർ ഗാർഡനിൽ നമ്മൾ ഏകദേശം 180-200ഓളം ചെടികൾ നട്ടിട്ടുണ്ട്. അതിലൊരു 40 എണ്ണത്തിൽ ഏത് സമയത്തും പൂക്കൾ കാണും. 150-200 ഇടയ്ക്ക് ചെടികളാണ് നട്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 150 ചെടികളുണ്ട്. അപ്പോൾ അതിലൊരു 40 എണ്ണം എപ്പോഴും പൂത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ അതൊരു വിജയകരമായ കാര്യമായിപ്പോയി. ഇതിൻ്റെ ഈ വലതുവശത്ത് നമ്മൾ ഇതാ ഈ കാണുന്ന ഭാഗം, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്നത്, അതാണ് ഈ ഭാഗം. ഇവിടെ നമ്മളൊരു വലിയ വെജിറ്റബിൾ ഗാർഡൻ തീർത്തിരിക്കുകയാണ്. അത് വലിയതെന്ന് പറഞ്ഞാലും 62.62, അതായത് 3/2 സെൻറ്റാണ് അതിനുവേണ്ടി മാറ്റി വെച്ചത്. ഏകദേശം 3/2 സെൻറ്റ് മാത്രമേ ഇതിൻ്റെ ഈ ഇവിടം വരെയുള്ള പോർഷൻ ഉള്ളൂ. അതിൻ്റെ താഴെ ഒരു പോർഷൻ ഉണ്ട്, ഏകദേശം 1.16 വീടിൻ്റെ പിന്നിലേക്ക് കിടക്കുന്നത്. അപ്പോൾ മൊത്തം ഏതാണ്ട് 2 സെൻറ്റ് അടുപ്പിച്ച് ഈ വെജിറ്റബിൾ ഗാർഡൻ, ഫ്രൂട്ട് ഗാർഡൻ, ഇതിനകത്ത് ഏതാണ്ട് ഒരു 80ഓളം മരങ്ങളുണ്ട്. ഒരു 10-40 ഇനം തന്നെയുണ്ട്. 80 കൂടുതലുണ്ട്, എനിക്കൊന്ന് 100 കൂടുതലുണ്ട്. 2 തെങ്ങുമുണ്ട്. ഇതിൽ ഈ ഗാർഡൻ വെച്ചപ്പോൾ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ച് സ്ഥലങ്ങളിൽ വാഴ വെച്ചിരുന്നു, ചേമ്പും വെച്ചിരുന്നു. ഈ വാഴ ഗംഭീരമായിട്ട് വളർന്നു, പക്ഷേ വാഴയുടെ ചോട്ടിലുള്ള ചെടികൾക്കൊക്കെ വളർച്ചയെ അത് ബാധിച്ചു. അതുപോലെ തന്നെ ഈ ചേമ്പും നന്നായിട്ട് വളരുന്നുണ്ട്, പക്ഷേ ചേമ്പ് അങ്ങനെ വളരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സാധനങ്ങൾക്ക് പ്രശ്നം വരുന്നുണ്ട്. പുറകിൽ ഒരു ഭാഗത്ത് നമ്മളൊരു വാഴത്തോട്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് അത്യാവശ്യം ഒരു വാഴയിലൽ ഊണ് കഴിക്കണം എന്നൊക്കെ നമ്മുടെ മലയാളികളുടെ ഒരു ആഗ്രഹമാണല്ലോ. അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു 1.5 സെൻറ്റാണ് അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. 1.36. അതിനകത്ത് ചേനയൊക്കെ നടാം, കുഴപ്പമില്ല, എന്ത് വെള്ളം നടാം, വാഴയുടെ ഇടയ്ക്കല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ കൂടി കുഴഞ്ഞ് നട്ടിരിക്കുകയാണ്, ഒരു പ്രോപ്പർ കൃഷി രീതിയല്ല. അപ്പോൾ അവിടെ നമുക്കൊരു 1.36 സെൻറ്റ്, അതായത് 594 സ്ക്വയർ ഫീറ്റ് അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഒരു സെപ്റ്റിക് ടാങ്കിന് ഇതിനുമായിട്ട് ഒരു 56 സ്ക്വയർ ഫീറ്റ്, അല്ല ഒരു 100-125 സ്ക്വയർ ഫീറ്റോളം അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ മറ്റേ അറ്റത്ത് ഒരു 3.5 അടി വീതിയുള്ള ചെറിയ ഒരു മിറ്റമുണ്ട്. അത് കഷ്ടിച്ചൊരു 1/4 സെൻറ്റേ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 5 സെൻറ്റാണ്, 5 സെൻറ്റ് ഇതനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഈ 1350 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ വാട്ടർ ടാങ്ക് ചെറുതാക്കിയാൽ തന്നെ അത് 1175 ആവും. ഇനി വാട്ടർ ടാങ്ക് വേണ്ടെന്ന് വെച്ചാൽ അത് 1000 ആയിട്ട് കുറയും. ഇനി അതിനെ നിങ്ങൾക്ക് 2 നിലയാക്കുകയാണെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് ആയിട്ട് കുറയും. അപ്പോൾ നിങ്ങൾക്ക് 1.25 സെൻറ്റ് നിങ്ങൾക്ക് വീട്, 5 സെൻറ്റ് ഉള്ള ഒരാൾക്ക് 1-1.5 സെൻറ്റ് മതി വീടിനായിട്ട്. ബാക്കി സ്ഥലം മുകളിലും താഴെയായിട്ട് വീട് പണിയുകയാണെങ്കിൽ ഈ ബാക്കി 3.5 സെൻറ്റ് ഈ പറയുന്ന കൃഷികൾക്കെല്ലാം കൂടെ കിട്ടും. ഇതിനെ നിങ്ങൾ എത്ര സ്ഥലത്ത് പച്ചക്കറി ചെയ്യണം, എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്ലവർ ഗാർഡൻ ഉണ്ടാക്കണം എന്നൊക്കെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ 5 സെൻറ്റുള്ള ആൾക്കും 4 സെൻറ്റുള്ള ആൾക്കും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് ഈ പ്ലോട്ടിൻ്റെ ഡിവിഷൻ കാണിച്ചത്. അതുകൊണ്ട് മാത്രമല്ല, ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വീടെടുത്ത് അതുപോലെ വേറെ ഒരു സ്ഥലത്ത് പിടിപ്പിച്ചാൽ ഈ കാറ്റിൻ്റെ ഗതി, മരങ്ങളുടെ കിടപ്പ്, ആ മരങ്ങളുടെ സ്ഥിതി ചെയ്യുന്ന രീതി, ഇതെല്ലാം വെച്ച് ഓരോ വീടിനും പ്രത്യേകമായ ഒരു ഡിസൈൻ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ ആ ഓരോ സ്ഥലത്തിനും ചേർന്ന മെറ്റീരിയലുണ്ട്. ഈ മാതിരി കാര്യങ്ങൾ എപ്പോഴും ഒരു ആർക്കിടെക്റ്റിൻ്റെ ഉപദേശം തേടുകയാണ് നല്ലത്. എന്തായാലും അടുത്ത ഇഷ്യൂവിൽ ഞങ്ങൾ വീടിൻ്റെ പ്ലാൻ കാണിക്കാം.